സ്വയം പ്രതിരോധത്തിന് ആയോധന പരിശീലനം പഠിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം നഗരസഭയിലെ പെൺകുട്ടികൾക്കായി ആരംഭിച്ച ആയോധന കലാ പരിശീലനത്തിന് തുടക്കമായി. പരിശീലനത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി നിർവഹിച്ചു. സ്വയം പ്രതിരോധത്തിന് ആയോധന പരിശീലനം പഠിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം നഗരസഭയിലെ പെൺകുട്ടികൾക്കായി ആരംഭിച്ച ആയോധന കലാ പരിശീലനമാണ് 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. അക്യൂറിംഗ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ക്രൈം ആൻഡ് ഹറാസ്മെൻറ്റ് അഥവാ ആർച്ച പദ്ധതിയിൽ കീഴിലാണ് 10നും 15നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് കരാട്ടെ, ജൂഡോ, കുംഫു തുടങ്ങിയവയിൽ പരിശീലനം നൽകി വരുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 1000ഓളം കുട്ടികൾ പരിശീലനം പൂർത്തിയാക്കി. നിരവധി കുട്ടികൾ സംസ്ഥാനതല മത്സരങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നഗരസഭ പെൺകുട്ടികൾക്ക് സ്വയരക്ഷയ്ക്ക് ഉപകരിക്കുന്ന പദ്ധതി ആവിഷ്കരിക്കാൻ 5 വർഷം മുമ്പ് തീരുമാനമെടുത്തത്. പരിശീലനത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി നിർവഹിച്ചു. അതുകൊണ്ടാണ് 10നും 15 വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് പരിശീലനം നൽകാൻ തീരുമാനിച്ചു. കലകളിലും കളികളിലും ഒക്കെ താല്പര്യമുള്ള കുട്ടികൾ അക്കാദമിക് ലെവലിൽ പഠിത്തത്തിൽ പിന്നോട്ടായി പോകുമെന്ന് ഒരിക്കലുമില്ല. ഇത്തരം കൂടുതൽ അവരെ കഴിവുകളിലേക്ക്, കലകളിലേക്ക് ഇറക്കി വിടുന്നതിനനുസരിച്ച് അവരെ സ്വഭാവം രൂപീകരിക്കുകയും അവർക്ക് പഠിക്കാനുള്ള ആത്മവിശ്വാസവും അവര് പഠനത്തിൽ മിടുക്കരാകുമെന്നാണ് നമ്മുടെ ഇത്തരം പഠനങ്ങൾ, ഈ കുട്ടികളുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ ഉള്ളാട്ടിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അബ്ദുൽ അസീസ് വാർപ്പിൽ, റാഷിദ് കുന്നത്ത്, ഭവന വിനോദ്, KP ബിന്ദു, കൗൺസിലർമാരായ ബിന്ദു രാജൻ, വി ലീല, റൈനീഷ് നിലാംബരി, സജീഷ് വയലത്ത്, ഷെരീഫ്, ഉഷകുമാരി, ബബിത, സുനിത മാത്യു, അനിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും മേൽനോട്ടത്തിലാണ് പരിശീലന പരിപാടി. നീലേശ്വരത്ത് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ കേന്ദ്രങ്ങളിലായി ഈ വർഷം 200ഓളം പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.